ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീവ്. ഞാനിന്ന് വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വല്ല ടീസർ റിലീസോ കാര്യങ്ങളോ ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്ന് യൂട്യൂബിൽ കയറിയ സമയത്താണ് ഇപ്പോൾ ഈ ടീസർ കണ്ടത്. തമിഴ് മൂവിയുടെ ടീസറാണ്. നമ്മുടെ ശിവകാർത്തികൻ നായകനാകുന്ന, ശിവകാർത്തികൻ മാത്രമല്ല, രവികുമാർ, അതായത് നമ്മളെ ജയൻ രവി പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രവികുമാർ, പിന്നെ അഥർവ, തമിഴിൽ ഒരു യങ് ആക്ടറാണ്. കുറേ സിനിമകളൊക്കെ, നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ അഥർവ, ഇതൊക്കെയാണ് കാസ്റ്റ്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുധയാണ്, നമ്മളെ സുധ കൊങ്കരണ്ണ. മറ്റേ സുരേഷ് പോട്ടർ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ജി വി പ്രകാശ് മ്യൂസിക്. ഈ അടുത്തിറങ്ങിയ ലക്കീത ഭാസ്കർ ആയാലും അമരാനായാലും പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ DOP രവി കെ ചന്ദ്രൻ. എനിക്ക് പുള്ളിയെക്കുറിച്ച് അറിയില്ല, ഗൂഗിൾ ചെയ്ത് നോക്കി എനിക്ക് സമയം കിട്ടില്ല. എനിക്ക് വീഡിയോ ഇപ്പോൾ തന്നെ ഇടണമെന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി വരികയായിരുന്നു. സ്റ്റണ്ട് സുപ്രീം സുന്ദർ. നമുക്കിനി ടീസർ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു തവണ ഞാൻ കണ്ടു, കാരണം ഞാൻ അറിയാതെ തന്നെ കയറി കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കണ്ടിട്ട് നോക്കാം. സുധ മുമ്പ് ഫസ്റ്റ് ചെയ്ത പടം എന്ന് പറയുന്നത് സുരേഷ് പോട്ടറാണ്. അതിനകത്ത് ഫുള്ള് ക്ലാസ് ആയിട്ട് നമ്മുടെ ഒന്നും ബോറടിപ്പിക്കാതെ ഒരു മറ്റേ ആക്ഷനും മാസ് ഡയലോഗുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് മാസ് ഫിലിമായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ സൈലൻ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോയ ഒരു പടമാണ് സൈലൻ്റായിട്ട്. പക്ഷേ ഇതിൻ്റെ ടീസറിൻ്റെ തുടക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ സംഭവം വേറെ ഒരു ട്രാക്കാണ്. പക്ഷേ പഴയ കാലഘട്ടത്തിൽ തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ, സ്ക്രീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അഥർവയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം. ഒരു ടാലൻ്റ് ഉള്ള ഒരു ആക്ടറാണ് തമിഴിൽ. യങ് ജനറേഷനിൽ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വേണ്ടത്ര ശ്രദ്ധ കിട്ടാറില്ല പുള്ളി, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലുള്ള ഒരാളാണ് രവികുമാർ. രവികുമാർ എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ജയൻ രവിയുടെ മൂവികൾ എനിക്ക് തമിഴിൽ ഇഷ്ടമുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന് വിക്രം, ജയൻ രവി, ഇങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ഈ ഫാൻ സപ്പോർട്ടോ കാര്യങ്ങളോ ഇപ്പോൾ ഉള്ള കാലത്ത് കിട്ടുന്നില്ല. അവരാ വന്ന സമയത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല. അവർക്കൊക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ പിന്നെ ജയൻ രവി ഇപ്പോൾ ചെയ്യുന്ന കുറേ പടങ്ങളൊന്നും കൊള്ളില്ല. തനിയൊരുവൻ, പിന്നെ അതിനുശേഷം ഏതോ ഒരു പടം കൂടെയൊക്കെ കൊള്ളാതെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിലെങ്കിലുമൊക്കെ ബേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുള്ളി. GV പ്രകാശ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ മൂവിയിലും GV പ്രകാശ് പൊളിച്ചടുക്കും എന്നുള്ള കാര്യം ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പരാശക്തി. ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വിജയ് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് വളർന്നു പറഞ്ഞൊരു ശിവകാർത്തികനാണ്. മുമ്പ് രജനീകാന്തിന് ശേഷം ആരും അതേ കണക്ക് വളരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രജനീകാന്തിനെക്കാളും വളർന്നു നിൽക്കുന്ന സമയത്താണ് വിജയ് പോകുന്നത്. അപ്പോൾ
നമ്മളിപ്പോൾ വിജയ്ക്ക് ശേഷം ആരും അത്രയും വരില്ല എന്ന് പ്രതീക്ഷിച്ചാലും നമ്മൾ വിശ്വസിച്ചാലും എനിക്ക് വിജയ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശിവകാർത്തികേയൻ ആ ഒരു ലെവലിലോട്ട് അല്ലെങ്കിൽ അത്രയും വന്നില്ലെങ്കിലും അങ്ങനെ ഒരു പൊസിഷനിലോട്ട് എത്തുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ അമരാങ്കൻ തന്നെ അത്രയും വലിയൊരു വിജയം അതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഈ ടീസർ കണ്ടിട്ട് ഉറപ്പായിട്ടും പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്, പക്ക വൈബ് പടമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇതൊരു അതായത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ കളക്ഷനും ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഇവൻ്റെ ശിവകാർത്തികേയൻ്റെ. എനിക്ക് ടീസറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.